കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ ബസ്സിൻ്റെ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ പുതിയ ബസ്സാണ്, മൂന്നാമത്തെ ബസ് എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട്. നമുക്ക് 2 ബസ്സാണുള്ളത്. ഒന്ന് കാഞ്ഞങ്ങാട് ബന്തെടുക്ക റൂട്ട്, പിന്നെ കാഞ്ഞങ്ങാട് പാണത്തൂർ റൂട്ട്, അതായത് ഈ ബസ്. ഇതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത് മൊത്തത്തിൽ കുറേ അഴിച്ചുപണിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പുതിയതായിട്ട് ഇറക്കിയതാണ്. നിങ്ങൾ ആ വീഡിയോസിലൂടെയൊക്കെ കണ്ടത് കേട്ടോ. പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അതുകൊണ്ട് ഇതിൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കേട്ടോ. സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ചസ് വരുത്തി മൊത്തത്തിൽ ഷേപ്പ്, പിന്നെ സ്റ്റിക്കർ എല്ലാം, പെയിൻറ്റ് എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പണിക്ക് വെച്ച സമയത്ത് പല ഘട്ടങ്ങളിലായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ക്ലിപ്പിംഗ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതും അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ ബസ്സും കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ചസ് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ ഇക്കാനെ കൊണ്ട് പറഞ്ഞ് അങ്ങനെ എടുപ്പിച്ചതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള മറ്റ് വീഡിയോസൊക്കെ എഡിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഞായറാഴ്ച ബസ്സിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇതിപ്പോൾ തിങ്കളാഴ്ച രാവിലെ നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പോകുന്നതാണ്. ഇന്നാണ് ആദ്യമായിട്ട് ബസ് ഓടാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോകുന്നതാണ്. അഫി ഉമ്മച്ചിയില്ല, അഫി എഴുന്നേറ്റുണ്ടായിരുന്നില്ല രാവിലെ ഞങ്ങൾ വരുന്ന സമയത്ത്. അതുകൊണ്ട് അവനെ വിളിക്കണ്ടെന്ന് വിചാരിച്ചു ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ കാഞ്ഞങ്ങാടേക്ക് വന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ബസ്സിന് ഒരുപാട് മോഡിഫിക്കേഷൻ വരുത്തുക, സ്റ്റിക്കർ വർക്ക് ചെയ്യുക, ഇതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ശരിക്കും ഇവിടുത്തെ ബസ്സും അതുപോലെ കാസർഗോഡ് ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര വ്യത്യാസമാണ് രണ്ടും തമ്മിൽ. അപ്പോൾ ആദ്യമൊക്കെ അവിടെ പോയ സമയത്ത് ഈ ബസ്സൊക്കെ കാണുമ്പോൾ, ഒന്നാമത് ഇക്കായൊക്കെ ബസ് ഫീൽഡിലുള്ളവരാണല്ലോ, അപ്പോൾ ഈ ബസ്സൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ പറയും, ഇതെന്താ ഇത്രയും ലൈറ്റൊക്കെ പിടിപ്പിച്ചേക്കണം, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് ഇത്രയും വരയും കുറിയൊക്കെ ഇതിൻ്റെ അതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ശരിക്കും എനിക്ക് ഇവിടുത്തെ ബസ് കാണുമ്പോഴാണ് എന്തോ പോലെ ഫീൽ ചെയ്യുന്നത്. ഒന്നാമത് നമുക്ക് ബസ്സുണ്ട്, നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലൊക്കെ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെക്കാട്ടിലൊക്കെ കുറച്ചുകൂടി അറിയാമല്ലോ. അപ്പോൾ അതും ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഇവിടുത്തെ ബസ് എന്തോ പോലെ ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും അധികം ഇങ്ങനെ ഒരു ബസ് പണിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടോ അതൊന്നും ആരും അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഓവറായിട്ട് വർക്ക് കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നതും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഈ കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ ഓരോ ബസ്സിനും ഫാൻസാണ്, കുട്ടികളൊക്കെ ഭയങ്കര ഫാൻസാണ് ബസ്സിൻ്റെ. ഇപ്പം നമ്മുടെ ബസ് ഇറങ്ങിയ ദിവസം തന്നെയാണെങ്കിലും ഓപ്പോസിറ്റ് ബസ്സിലെ ഡ്രൈവർ നിങ്ങളുടെ ബസ്സിന് ഇത്ര ഫാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. കാരണം ആ ബസ്സിലിരുന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, അത് ആക്സം ബസ് വന്നു എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പിന്നെ ബസ് ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ പോലും, അത് പണിക്ക് വെച്ച സമയത്താണെങ്കിൽ പോലും, എന്നാ ബസ് വരിക, എന്നാണ് നിങ്ങളുടെ ബസ് ഇറങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് എൻക്വയറി ചെയ്യുക. പിന്നെ ഇറങ്ങിയ സമയത്താണെങ്കിലും ഓരോന്നിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയുക, അതിൻ്റെ റിവ്യൂ പറയുക. ഒരുപാട് കോൾസ് വരുന്നു, ഒരുപാട് മെസ്സേജസ് വരുന്നു. അതൊക്കെ അത്രമേൽ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബസ്സിൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്. ഫ്രണ്ടിൽ മറ്റേ പൂവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പനത്തടി വരുമ്പോൾ അവിടുത്തെ ഓട്ടോറിക്ഷക്കാരുടെ റിയാക്ഷനൊക്കെ ചെറുതായിട്ടൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ വർക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.